ഹലോ ഗായ്സ്, അതുലാണ് സൈഡ് ഹാസിൽ നിന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരുപാട് പേര് പോയി ചതിക്കുഴി വീഴുന്ന ഒരു മേഖലയാണ് ക്രൂയിസ് ഷിപ്പുകളിലെ ജോലികൾ. കസ്റ്റമർ സപ്പോർട്ട് മുതൽ HR അസിസ്റ്റൻ്റ്, അങ്ങനെ ഷെഫ്, ബാർടെൻഡർ, വൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ, അങ്ങനെ ലോണ്ട്രി അറ്റൻഡ്, അങ്ങനെ ക്രൂയിസ് ഷിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ എമ്പാടും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ 90% ഫേക്കാണ്. ഞാൻ ഉൾപ്പെടെ കുറേ ആയിരക്കണക്കിന് പേര് ഇങ്ങനെ ഒരു മാഫിയയുടെ വെട്ടിലായിട്ടുണ്ട്. ഡൽഹി, ചെന്നൈ കേന്ദ്രീകരിച്ച് ഒരുപാട് ഫേക്ക് ഏജൻസികളുണ്ട്. ഒരുപാട് അക്രഡിറ്റേഷനൊക്കെ ഉള്ള അതാണ്. നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, CV അപ്ലോഡ് ചെയ്യുക, അവൈലബിൾ ആയിട്ട് ജോലിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരുപാട് ജോലികളുണ്ട് കേട്ടോ. ഒരുപാട് ജോലികൾ ഷിപ്പിൽ ഉള്ള ഒരുപാട് ജോലികൾ. പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഒരു പ്രീ സ്ക്രീൻ ഉണ്ട്. നിങ്ങൾ ബയോഡേറ്റ അപ്ലോഡ് ചെയ്തിട്ട് അവിടെ ലിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രീ സ്ക്രീൻ ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ നിങ്ങൾ പറയും നിങ്ങൾ അടുത്ത റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ. അപ്പോൾ കാമാക്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രീമിയം കൺസൾട്ടൻ്റ് ആണ്. വേർജിൻ, ഒഷ്യാനിയ, വൈക്കിംഗ്, തോംസൺ, റിജന്റ്, 7 Seas, നോർവീജിയൻ, അങ്ങനെ 10-15ഓളം ക്രൂയിസുകളുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒരു കൺസൾട്ടൻസിയാണ്. ഇതുവരെ ഇവരെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഇത് ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് സ്വന്തമായിട്ടൊരു മരിടൈം അക്കാദമി ഉണ്ട്. അവിടെ STCW കോഴ്സുകളും DG ഷിപ്പിംഗ് അംഗീകൃത കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അവർ. പിന്നെ അവിടെ കാമാക്ഷി കോളേജ് ഓഫ് കൾണറി ആർട്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് കുക്കിംഗ് സ്കിൽസും കുക്കിംഗ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു കോളേജ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് അവരുടെ ക്ലയൻസ്: ഓഷ്യാനിയ, തോംസൺ, റീജന്റ്, 7 Seas, അങ്ങനെ പോകുന്നു ലിസ്റ്റ്, കാമാക്ഷിയുടെ ക്ലയൻറ്റ് ലിസ്റ്റ്. അപ്പം ഇവരുടെ മുഖാന്തരം 7000-ലധികം ആൾക്കാർക്കാണ് ഇപ്പോൾ ക്രൂയിസ് കരിയേഴ്സ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പം തന്നെ അറിയാമല്ലോ അവരുടെ റെപ്യൂട്ടേഷൻ എങ്ങനെയാണെന്നുള്ളത്. ജോലി ആപ്ലിക്കേഷനൊക്കെ വളരെ സിമ്പിളാണ്. സൈറ്റിൽ പോകുക, രജിസ്റ്റർ ചെയ്യുക, ജോലി സെർച്ച് ചെയ്യുക, കണ്ടെത്തുക, ഇഷ്ടമുള്ള പ്രൊഫൈലിന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറിലേക്ക് നിങ്ങൾക്ക് ഫോളോ അപ്പ് ആയിട്ട് മെസ്സേജ് അവരിൽ നിന്ന് ഗ്യാരണ്ടീഡാണ്. ഷോർട്ട് ലിസ്റ്റ് ആയി എന്നുള്ളത്. പിന്നെ ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടാകും. റിക്രൂട്ടർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ടെക്നിക്കൽ ഇൻ്റർവ്യൂ, ആ ജോബിന് അപ്ലൈ ചെയ്തതിന് ടെക്നിക്കൽ ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നത്. ഇപ്പം ലോണ്ട്രി അറ്റൻഡൻ്റ് അല്ലെ ബാർടെൻഡർ ആയിട്ടാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനുള്ള റൗണ്ട് ആയിരിക്കും. പിന്നെ ഉള്ളത് ഫൈനൽ ഇൻ്റർവ്യൂ ആണ്. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനെ ക്ലയൻറ്റ് റിക്രൂട്ടർ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യും. അതായത് ഏത് ക്രൂയിസ് ലൈനിലേക്കാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്, ഏത് ഷിപ്പിംഗ് കമ്പനിയിലേക്കാണ് നിങ്ങളെ സെലക്ട് ചെയ്തത്, അവർ നിങ്ങളെ ഡയറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും. പിന്നെ ആ ഇൻ്റർവ്യൂ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക, നിങ്ങളുടെ പേപ്പർ വർക്കുകളൊക്കെ നടക്കുക. അതാണ് സ്റ്റെപ്പ് 4. പിന്നെ 5, പിന്നെ ക്രൂയിസിൻ്റെ ഷെഡ്യൂളിംഗ് ടീം കാമാക്സി ഈ റിക്രൂട്ടിംഗ് ഏജൻസിയെ കോൺടാക്ട് ചെയ്യും. അവർക്കിപ്പോൾ ആളെ ആവശ്യമുണ്ടോ, എപ്പോഴാണ് ആവശ്യമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരും കാമാക്സി അഡ്മിനിസ്ട്രേറ്റേഴ്സും ക്രൂയിസ് ഷിപ്പിംഗ് കമ്പനിയും കൂടെ ചേർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി ഇതൊക്കെ വേഗം തരും. അത് എവിടെയോ ട്രാവൽ ആൻഡ് ഓൺ ബോർഡിങ്, ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടാകും, ഓൺ ബോർഡ് ഓപ്പറേഷൻ ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ പുതിയ കരിയറിലേക്ക് നിങ്ങൾക്ക് കയറാം. ഇത് പറഞ്ഞു വരുന്നത് ഏറ്റവും വിശ്വാസയോഗ്യവും സർവീസ് ചാർജൊന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ്. സർവീസ് ചാർജൊന്നും മേടിക്കില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം സർവീസ് ചാർജൊന്നുമില്ല. പക്ഷേ ഇവർ ഒരു 10-15ഓളം ക്രൂയിസ് ഷിപ്പിംഗ് കമ്പനികളുമായിട്ടും ഹോട്ടലുകളുമായിട്ടും ഒക്കെ ഡയറക്റ്റ് ബന്ധമുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ ഒരു വെബ്സൈറ്റിൽ പോവുക, നിങ്ങളുടെ ബയോഡേറ്റ, നിങ്ങൾക്ക് ഏത് പൊസിഷനിലാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് ആ ഈ പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുക, നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, പാസ്സാകുക. അപ്പം ക്രൂയിസിലേക്ക് ജോലി ആവശ്യമുള്ളവർ ഈ സൈറ്റ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പോൾ വീഡിയോ കണ്ടതിനും വളരെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.